ഞാനിപ്പോൾ ഉള്ളത് ഒരു റെയിൽവേ സ്റ്റേഷനിലാണ്. ഉറക്കം കറക്റ്റായിട്ട് കിട്ടാത്തതിൻ്റെയും 5-6 മണിക്കൂറായിട്ട് പോസ്റ്റ് എടുക്കുന്നതിൻ്റെയും നല്ല ക്ഷീണം മൊത്തമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴേ റെയിൽവേ സ്റ്റേഷനിലെ ഫ്രണ്ടിലുള്ള കുടിമരത്തിൽ ഫ്ലാഗ് ഞാൻ മാറ്റുന്ന കണ്ടത്. സംഭവം ഇത് കാണാനൊക്കെ അടിപൊളിയാണെങ്കിൽ ഇതിങ്ങനെ മുകളിലോട്ട് എത്തിക്കുന്ന പറഞ്ഞാൽ ചെറിയ അംഗമൊന്നുമല്ല. അങ്ങനെ മണിക്കൂറുകളുടെ കാത്തിരിപ്പിന് ശേഷം സാധനം സെറ്റായി. നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്നത് കാണാൻ തന്നെ ഒരു അഭിമാനമാണ്. അതും കണ്ടിട്ട് ഞാൻ നേരെ ട്രെയിനിൽ കയറിയിട്ട് നേരെ എത്തിയത് നമ്മുടെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനാണ്. ഇപ്പോൾ സമയം ഒരു 5 മണിയായി കാണും. 5 മണിക്ക് വന്നത് ഇതേപോലെ റെയിൽവേ സ്റ്റേഷൻ കാണാം. ഒരു മനുഷ്യൻ്റെ കുട്ടിയിലുണ്ട്, അല്ലെങ്കിൽ കൊടുക്കത്തിരക്കരി. തൃശ്ശൂരിലാകപ്പെടെ 3 പ്ലാറ്റ്ഫോം ഉള്ളതെന്നാണ് പലരും ചിന്താഗതി. എന്താ 4ാമത്തെ പറഞ്ഞ മൂലയ്ക്ക് കിടക്കുന്നുണ്ട്. നമുക്ക് പുലർച്ചെ ഷൊർണൂർക്കുള്ള ട്രെയിൻ അവിടെയാണ് ഉള്ളത്. ഞാൻ തൃശ്ശൂരിൽ എത്തിയതിൻ്റെ അനുഗ്രഹമാണ്. അത് ഒടുക്കത്തെ മഴയായിരുന്നു വന്നപ്പോൾ തന്നെ. ഈ തൊട്ടടുത്ത് കാണുന്ന മരങ്ങളൊക്കെ മൊത്തം പക്ഷികൾ. അവൻ എണിച്ചിട്ട് തീറ്റ അടി പോകണം. എന്താ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ ട്രെയിനിൻ്റെ കുറച്ച് ബാക്കിലോട്ട് പോയപ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. ഒരു കൂട്ടം പക്ഷികൾ ഒരു ദിശയിലോട്ട് ഇങ്ങനെ ഒരുമിച്ച് വലിയ പറന്നു പോകണം. ട്രെയിൻ എടുക്കുക ഇനി 1/2 മണിക്കൂറുള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചൊരു ഇത് കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നിന്നു. ഞാൻ നേരത്തെ വന്ന് ട്രെയിനിൽ കയറുന്നു. രാവിലെ അതുകൊണ്ട് ഇത് തുറന്നിട്ടുള്ള ആൾക്കാരൊന്നും എത്തിയിട്ടില്ല. അവസാനം നമ്മുടെ ട്രെയിൻ അവിടെ നിന്ന് എടുക്കാൻ തുടങ്ങി. പോകുന്ന പോക്കിൽ കണ്ട കാഴ്ചകളാണിത്. നമ്മുടെ നാട്ടിൽ അടിപൊളിയാണെന്നുള്ളത് കൊല്ലപ്പോഴും നമ്മൾ മറന്നു പോകാനാണ് പതിവ്. അവസാനം നമ്മൾ നമ്മുടെ നാട്ടിലെത്തി.